നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. 6 വർഷം മുമ്പ് 1,88,00,000 രൂപ ചെലവഴിച്ച് ചോർച്ച തടയൽ പ്രവൃത്തി നടത്തിയ തെക്കുംകര പഞ്ചായത്തിലെ പത്താഴക്കുണ്ട് ഡാം വീണ്ടും ചോർന്നൊലിക്കുന്നു. ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്തത് വലിയ ആശങ്കയും തിരിച്ചടിയും. മണ്ണുകൊണ്ട് നിർമ്മിച്ച 47 വർഷം പഴക്കമുള്ള ഡാമിന്റെ കൽക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം കുത്തിയൊലിച്ചൊഴുകുന്നു. നീർച്ചാലായി മാറിയ ഡാമിന്റെ നടുവിൽ ജലനഷ്ടം ഒഴിവാക്കാൻ തടയണ നിർമ്മിച്ചിട്ടും രക്ഷയില്ല. പെരും പ്രളയം തകർത്ത ഡാം ചിറകൾ നന്നാക്കാനും നടപടിയില്ല. അധികൃതർ ഉപേക്ഷിച്ച ഡാം നാടിന്റെ ജലസമൃദ്ധിക്ക് മേൽ വലിയ ചോദ്യചിഹ്നമാകുന്നു. തൃശൂരിൽ ലഹരി മാഫിയയെ വിടാതെ പിന്തുടർന്ന് പോലീസ്. എക്സൈസ് സംഘം. പാലിയേക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. ഒഡീഷയിൽ നിന്ന് ലോറിയിൽ കടത്തുകയായിരുന്ന 124 കിലോ കഞ്ചാവ് പിടികൂടി. മധ്യ കേരളത്തിലേക്ക് എത്തിച്ചിരുന്നതാണ് ലഹരി വസ്തു. ക്രിമിനൽ കേസ് പ്രതികളും റൌഡി പട്ടികയിൽ ഉൾപ്പെട്ടവരുമായ 4 യുവാക്കൾ അറസ്റ്റിൽ. പ്രതികൾ സംസ്ഥാനത്തേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനികൾ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കവുമായി കോൺഗ്രസ്. അടാട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ്യ സെമിനാർ. DCC പ്രസിഡന്റ് ജോസഫ് താജറ്റെ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ നേതൃത്വം DCC സെക്രട്ടറി NR സതീശന്. റാപ്പർ ബേഡിനെതിരെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പരാതി നൽകി പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചുവെന്ന് ആരോപണം. ബേഡിനെതിരെ RSS ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ നടക്കുന്നതിന് പിന്നാലെയാണ് പരാതി. ബേഡൻ സാംസ്കാരിക ജില്ലയുടെ പുത്രനാണെന്ന് വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കര. ബേഡൻ പറയുന്ന രാഷ്ട്രീയത്തിന് പിന്തുണ നൽകണം. വേട്ടയാടുന്ന നിലപാട് ഹിന്ദു സംഘടനകൾ ഉപേക്ഷിക്കണമെന്നും ആവശ്യം. KP ശശികല ഉഗ്രവിഷം ചീറ്റുന്ന വ്യക്തിയെന്നും അനിൽ. കാലവർഷം കലിതുള്ളുന്നു കേരളത്തിൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തൃശൂരടക്കം 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മഴ നിലത്ത് വീണതോടെ വ്യാപക നാശനഷ്ടങ്ങളും. തൃശൂർ നഗരത്തിൽ മുനിസിപ്പൽ ഓഫീസ് റോഡിൽ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്ന് റോഡിൽ പതിച്ചു. ഏതാനും വാഹനങ്ങൾ അടിയിൽപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. മങ്ങാട് വടക്കുമുറിയിൽ ഭീമൻ പൂമരം കടപുഴകി വീണ് വീട് തകർന്നു. വേലൂരിൽ മരം വീണ് വീടിന്റെ ഷീറ്റ് തകർന്നു. അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് അധികൃതർ. വടക്കാഞ്ചേരി നഗരഹൃദയത്തിൽ തെരുവു നായ്ക്കളുടെ വിഹാരം. ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം കൂട് തകർത്ത് വീട്ടമ്മയുടെ 18 നാടൻ കോഴികളെ കടിച്ചുകൊന്നു. 3 കോഴികളെ നായ്ക്കൾ ഭക്ഷണമാക്കി. കല്ലൂർ വീട്ടിൽ അനുഷയുടെ വീടിനോട് ചേർന്ന കോഴിക്കൂടിന് നേരെയാണ് ആക്രമണം നടന്നത്. ആയിരങ്ങളുടെ നഷ്ടം. പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവിന് കനത്ത ശിക്ഷ നൽകി കുന്നംകുളം പോക്സോ കോടതി. 47-കാരന് 33 വർഷം കഠിന തടവ്. 3,05,000 രൂപ പിഴയടക്കണം. പോർക്കുളം സ്വദേശി ഷാഫിയെയാണ് ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. മുളങ്ങുന്നത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വൻ വീഴ്ചയെന്ന് കോൺഗ്രസ്. സ്കാനിംഗ് പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യം. ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്ന് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ പോരാട്ടവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 ദിനങ്ങളിലായി നടന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് സമാപനം. പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നിരവധി വനിതകൾ. കുറാഞ്ചേരിയിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പാതയിൽ വീണ്ടും അപകട മരണം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത്
ഓഫീസ് പരിസരത്ത് ഇരുചക്രവാഹനവും ലോറിയും കൂട്ടിയിടിച്ച് വയോധികന് ദാരുണാന്ത്യം. ബൈക്ക് യാത്രികൻ പഴയന്നൂർ സ്വദേശി 64-കാരൻ കൃഷ്ണൻ കുട്ടിയാണ് ദുരന്തത്തിനിരയായത്. ബംഗളൂരുവിൽ തൃശൂർ സ്വദേശിനിയായ 29-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാള സ്വദേശിനി അനുശ്രീയാണ് മരിച്ചത്. അത്താണി ആനയടത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹം ശനിയാഴ്ച ശ്രീകൃഷ്ണാവതാരം നടക്കും. വൈകിട്ട് ക്ഷേത്രാങ്കണം കുട്ടികളുടെ അമ്പാടിയാകും. ഞായറാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര. പോന്നൂർ കുഴിക്കാട്ടുകര ശ്രീ ശിവപാർവതി ഗണപതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം.